ഇതാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബിഗ് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. അതായത് ഞങ്ങളെ ഓണർ ശരിക്കും പറഞ്ഞാൽ സുജിത്ത് പാറലിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെ ബിഗ് ബി എന്നുള്ളൊരു ഈ പൊയ്ക്കാള നിർമ്മാണത്തിലേക്ക് അവർ കടന്നത്. അതായത് അവരൊരു കൂട്ടായ്മയിലൂടെ അവരൊരു ആശയം കണ്ടെത്തി, അവരൊരു സങ്കല്പത്തില് അവരൊരു സ്വപ്നം, അങ്ങനെ തന്നെ പറയാം, അവരൊരു സ്വപ്നം അങ്ങനെ അവർ സാക്ഷാത്കരിച്ചാണ് ഈ ബിഗ് ബി എന്ന് പറയുന്നത് ഈ കാള. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാണ് ഇത്രയും വലിയൊരു പൊയ്ക്കാള നിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നത്. അതായത് ഞങ്ങളൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളൊരു 10-25 ആൾക്കാരുണ്ട്. അതായത് ഞങ്ങൾക്കൊരു 3 തരം ജോഡികളുണ്ട്. ഇപ്പോഴത്തെ ഈ വലിയ കാള, അതിന് താഴെ ഒരു 18 അടി, അതിന് താഴെ ഒരു ചെറിയൊരു കാള, അങ്ങനെ ഒരു 3 ജോഡി കാള ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു പണിക്കാരായിട്ട് ഞങ്ങളൊരു 10-25 ആൾക്കാർ ഞങ്ങളിതിൽ തന്നെ ഉണ്ട്. ഇതിൽ ഞങ്ങളൊരു സ്നേഹ സഹോദരങ്ങളെ പോലെയുള്ള ഒരു ആൾക്കാരാണ്. ഞങ്ങളെന്നും നല്ല രീതിയിൽ ഞങ്ങളെ ഈ കാളെ കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുള്ളൊരു കൂട്ടായ്മയാണിത്. ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉത്സവ പറമ്പുകളിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ ഈ ബിഗ് ബി എന്നുള്ളൊരു പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഒരു രോമാഞ്ചം ഇങ്ങനെ വരുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അതായത് എല്ലാ വലിയ കൊമ്പന്മാരുടെ ഇടയിലേക്കും ഞങ്ങളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ ഞങ്ങളെ ഈ ഒരു ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷം, അത് ഞങ്ങളെ ഈ ഒരു എന്താ വെച്ചാൽ 2-4-5 മാസത്തെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമാണ്. അതായത് ഞങ്ങൾ ഈ 10-25 ആൾക്കാർ ഈ 2-3 മാസത്തോളം ഉറക്കോ ഊണോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഈ അധ്വാനിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഇന്ന് ആൾക്കാർക്ക് ഞങ്ങളിങ്ങനെ ഇത്തരത്തിലുള്ളൊരു പൊയ്ക്കാളെ ഞങ്ങളിങ്ങനെ കൊണ്ടുനടക്കാനുള്ളൊരു രൂപത്തിലാക്കി കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഓരോ ഉത്സവ പറമ്പിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് മറ്റുള്ള കൊമ്പന്മാരുടെ ഇടയിലേക്ക് ഞങ്ങളിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ ജനങ്ങൾ ഞങ്ങൾക്കിടയിലുള്ള ഒരു ബിഗ് ബി എന്നുള്ളൊരു പേര് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ഈ 3-4 മാസത്തോളം അധ്വാനിച്ചതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം അത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനും കൂടുതലുള്ളതാണ്. കാളുടെ തലയും കൊമ്പടക്കം 31 അടിയുണ്ട്. തൂത പാറല്, മലപ്പുറം ഡിസ്ട്രിക്റ്റും കൂടിയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഓണർ ഇതൊരു ആദ്യം ഒരു എത്ര അടി പറഞ്ഞു, ഒരു 8 അടി തലയമ തുടങ്ങിയതാണ് ഇങ്ങനെ ഒരു പൊയ്ക്കാള ഒരു ഇത്. അത് ഇന്ന് ഈ 31 അടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 10-12 വർഷത്തോളം ഉണ്ടാവില്ല, 10-12 വർഷത്തോളം അദ്ദേഹം ഇങ്ങനെ ഒരു ഫീൽഡിലുണ്ട്. 2-3 മാസം, ഞാൻ പറഞ്ഞില്ല 4 മാസത്തിന്റെ അടുത്ത്. അതായത് ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനമാണിത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചതാണ് ഇത്രയും വലിയൊരു പൊയ്ക്കാള. 4 മാസം. ഇതാണ് മണിത്താട്ടൻ. അതായത് ഞങ്ങളെ ഈ പൊയ്ക്കാള നിർമ്മാണത്തിൽ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളെ ഇത്രയും നല്ലൊരു ഇതിലേക്കാക്കി തന്നത് ഈ മണിത്താറിനാണ്. പിന്നെ അത് ചാച്ചിലാണ്. അതായത് ഇതിന്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളും ചെയ്തത് ചാച്ചിലാണ്. പിന്നെ ഇത് രാമേട്ടൻ, ഞങ്ങളുടെ അതായത് ഒരു മുതിർന്ന ഒരു കാളപ്പണിക്കാരനും കൂടിയാണ്. പിന്നെ ഞാൻ ശൈലുവാണ്, ഞാനും ഇതേപോലെ തന്നെയാണ്. പിന്നെ ഇത് അണ്ണന്റെ ബുദ്ധി ശക്തിയൊക്കെയാണ് ഞങ്ങളെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്. പിന്നെ ഇത് കുമ്പിടി എന്ന് വിളിക്കും. ലൈറ്റിന്റെ ഫുൾ വർക്ക് ചെയ്യുന്നത് കുമ്പിടിയാണ്. ഇത് സൂത്താടനാണ്, അതായത് ഈ ഓണറുടെ ഒരു സഹോദരനാണ്. ആൾ തന്നെയാണ് ഇതിന്റെ മെയിൻ. പിന്നെ പ്രതിഭടനാണ് ആള്. ഈ പറഞ്ഞ പോലെ ഒരു മുതിർന്ന ഇവരെ ഒരു ഗ്യാങ്ങിൽ പെട്ട ഒരാൾ കൂടിയാണ്. പിന്നെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, ഞങ്ങളൊരു സംഖ്യക്കുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഈ വലിയ കളയുമ്പോൾ ഞങ്ങളൊരു 15 ആൾ എങ്ങനെയും മിനിമം വേണം. അതായത് ഒരു കേടുപാട് കൂടാതെ ഈ ഒരു പരിപാടി എടുത്ത് അടുത്ത പരിപാടിക്ക് പോകണമെങ്കിൽ ഒരു 15 ആൾക്കാർ എന്തായാലും വേണം. പിന്നെ ഇതിന് താഴെ ഒരു വേറെ ഇതും കൂടി ഉണ്ട്, 18 അടിയും കൂടി ഉണ്ട്. അതിലൊരു 13 ആൾ എന്തായാലും വേണം. അങ്ങനെ കുറച്ച് ആൾക്കാരെ കഷ്ടപ്പാടും ഇതൊക്കെ ഉണ്ടായി തന്നെ ഇത്രയും ജനങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കൊണ്ട് പറ്റുന്നത്. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താ വെച്ചാൽ ലൈനിങ്ങിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അത് നമുക്ക് എന്തായാലും ഒന്നും പറയാനൊന്നുമില്ല. KSEB-കാർക്ക് ഒരു പരിധി ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആ KSEB-കാർ പറയുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു കാള ഇത്രയും ഉയരത്തിലെത്തിയിട്ടില്ല. അവർ പറഞ്ഞ ആ പരിമിതിക്കുള്ളിൽ മാത്രമാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ കാള ഉള്ളത്. ഞങ്ങളുടെ ഇതിന്റെ താഴെ ഉള്ളതും അങ്ങനെ തന്നെയാണ്, ഇതും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ KSEB-കാർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഇതും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇത് ഞങ്ങളുടെ 6ാമത്തെ പ്രോഗ്രാമാണ്. ഈ 5 പ്രോഗ്രാമിലും ഞങ്ങൾ ഇന്നേ വരെ ഒരു പാരിസ്ഥിതികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ KSEB-കാരുടെ ലൈനിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കേബിളിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ യാതൊരു കംപ്ലൈന്റ് ഞങ്ങൾ ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. അതായത് അവരൊരു ഉയരം ഞങ്ങൾ അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഉയരത്തിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു കാള ഞങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോക്കുവരവിന്റെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചൊരു റിസ്ക്കും കാര്യങ്ങളും ഞങ്ങൾക്കില്ല. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾക്കില്ല. അതായത്
ലൈൻ കമ്പി താഴ്ന്നു കിടക്കുമ്പോഴും ഉണ്ടാകുമ്പോഴൊക്കെയാണ് അതിൻ്റെതായിട്ടുള്ള അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് പോക്കുവരവിന്റെ കാര്യങ്ങളിൽ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അത് എന്തായാലും ഞങ്ങൾക്കില്ല, ഇനിയിപ്പോ ബാക്കിയുള്ളവർക്ക് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ ഒരു ഇത് എന്താ കേട്ടതല്ല. ഇതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഇതാണ് മാക്സിമം എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സീസണിൽ കാണാം. അതായത് ഇതാണ് ഞങ്ങളെ മാക്സിമം. ഇതെന്താന്ന് വെച്ചാൽ ഇത് ഞങ്ങളെ ഒരു ഞങ്ങളെ സ്ഥിരം കൊണ്ടുവന്ന കമ്മിറ്റിക്കാരും ആരാധകരും എല്ലാവരും പാടുള്ള ഒരു മുതലാളിയുടെ ഒരു ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഇത് നിർമ്മിച്ചത്. ഇതില് മാക്സിമം ഇത് ലാസ്റ്റ് ആണെന്ന് മുതലാളി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തായാലും ഇതാവും. എന്താ വെച്ചാൽ ഇതിപ്പോ ഞങ്ങളുടെ മുതലാളിക്ക് എന്തായാലും ഈ സുജിത്തേട്ടൻ എന്ന് പറയുന്ന ആൾക്ക് ഇത് എന്തായാലും നിർത്താൻ പറ്റില്ല. കാരണം അതെന്തായാലും വരുത്താം. എന്താ വെച്ചാൽ ഒരു അപ്ഡേഷൻ ഇല്ലാത്ത ഒരു സാധനം നമ്മൾ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആൾക്കാരെ എന്തെങ്കിലും ഓട്ടം വിളിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ടൂറിസ്റ്റ് ബസ്സിൽ തന്നെ നമുക്ക് ഒരു ഉദാഹരണം പറയാം. പാട്ടും സബ്ബും ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ബസ് വിളിക്കുകയോ ഇല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്തോട്ടം നമുക്ക് എന്തായാലും ഓട്ടങ്ങൾ കുറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ ഉയരത്തിലല്ല അല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ എന്തെങ്കിലും വരും. അടുത്ത വർഷം എന്തായാലും പ്രതീക്ഷിക്കാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങൾ ഒരു ഓണറുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അവർക്ക് അതെന്തായാലും ഈ പേരെന്തായാലും ഇനി അത് നിലനിന്ന് പോകും. ഇപ്പൊ മംഗലാകുന്ന് കർണൻ, മംഗലാകുന്ന് അയ്യപ്പൻ, അല്ലെങ്കിൽ ചെറുപ്പശ്ശേരി പാർത്ത് ഇങ്ങനെ പറയുന്ന രീതിയിലുള്ള ഒരു പേരാണ് ബിഗ് ബി എന്നുള്ളത്. അതുകൊണ്ട് ഈ പേരെന്നും നിലനിൽക്കും. അതാണ് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. അതായത് ഞങ്ങളെ മുതലാളിയുടെ ഒരു കൂട്ടായ്മയാണ്. അതായത് അവരൊരു 6-7 ആൾക്കാർ ജിമ്മിൽ പോയിരുന്ന കാലത്ത് അവരിട്ടൊരു പേരാണ് ഈ ബിഗ് ബി എന്നുള്ളത്. അവരെന്നെയാണ് ഈ ബിഗ് ബി എന്നുള്ള ഈ ഒരു പൊയ്ക്കാള ഒരു സംഘടന, ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് അവരാണ്. അതിന്റെ ഒരു ഇതാണ് ഈ ബിഗ് ബി എന്ന് പറയുന്നത്. അതാണ് ഈ പേരിന്റെ ഒരു വെറൈറ്റി. സാധാരണ ഒരാൾ ഒരു പൊയ്ക്കാള നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാളുടെ ഒരു പേരോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേരോ സാധാരണ ഇടാറ്. അതായത് ഒരു 6-7 ജിമ്മന്മാര് കൂടിയിട്ടിട്ട പേരാണ് ഈ ബിഗ് ബി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പവർ.